ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് മിനി വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? കോട്ടയത്തേക്കാണ്. എന്തിനാണെന്നല്ലേ? ദക്ഷിണ മൂകാംബിക ശ്രീ പനച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് ഞങ്ങളുടെ മകൻ്റെ ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങാണ്. ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങെന്ന് പറയുന്നത് കേരളത്തിലൊട്ടാകെ വിജയദശമി ദിനത്തിൽ നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ്. പക്ഷേ അന്നേ ദിവസം ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല, ഡൽഹിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി 8-ാം തീയതി ഇതങ്ങ് നടത്തിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രസവ സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എൻ്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഓരോ ചടങ്ങിലും അദ്ദേഹം എൻ്റെ കുട്ടിയുടെ എല്ലാ ചടങ്ങിലും ഉണ്ടാവണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമോ വാശിയോ എന്നൊക്കെ തന്നെ പറയാം. അതൊരു ആഗ്രഹം തന്നെയായിരുന്നു. അദ്ദേഹം ഉള്ളപ്പം അക്ഷരം എഴുതിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. വീട്ടിൽ നിന്ന് മറ്റാരും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ അമ്മയും കൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത് സാധ്യമായിരുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 3 പേര്, അതായത് എൻ്റെ ഹസ്ബൻഡും അദ്ദേഹത്തിൻ്റെ അനിയനും ഞാനും എൻ്റെ കുട്ടിയും കൂടിയാണ് ഞങ്ങൾ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിലെ ചടങ്ങ് എന്തൊക്കെയാണെന്നൊന്നും ഞങ്ങൾക്ക് വ്യക്തമല്ല. അവിടെ എത്തിയതിന് ശേഷം കാര്യമായിട്ട് തിരക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ചടങ്ങുകളിലേക്കൊക്കെ കടന്നത്. അർച്ചനയൊക്കെ നടത്തണമായിരുന്നു. അവിടെ ആദ്യാക്ഷരം കുറിക്കുന്നത് ഇദ്ദേഹമാണ്. ഈ തിരുമേനിയിൽ നിന്ന് അദ്ദേഹം ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിന് അക്ഷരം കുറിച്ച് കൊടുക്കുകയാണ്. വളരെയധികം സന്തോഷമുള്ളൊരു വലിയ ഒരു നിമിഷത്തിലൂടെയാണ് ഞാനിപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു കുഞ്ഞുങ്ങൾക്കും നമുക്ക് കൊടുക്കാൻ കഴിയാവുന്നത് വെച്ച് ഏറ്റവും നല്ല കാര്യം വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് ഇന്ന് എൻ്റെ മകൻ്റെ. എൻ്റെ മാത്രമല്ല, അദ്ദേഹവും എൻ്റെയും എല്ലാം ആഗ്രഹം ഇതുതന്നെയായിരുന്നു. വളരെ മിടുക്കനായിട്ട് തന്നെ ഒട്ടും കരയാതെ അവൻ ആ ചടങ്ങ് അങ്ങ് പൂർത്തീകരിച്ചു. തുടർന്ന് ഞങ്ങൾ ആ സരസ്വതി ക്ഷേത്രത്തിൻ്റെ ബിംബത്തിന് തൊട്ട് പിന്നിലായിട്ട് ഇങ്ങനെ മണ്ണ് നിരത്തിയിട്ടിട്ടുണ്ട്, അവിടെ എഴുതാനായിട്ട് പോയി. എന്തുകൊണ്ടോ ചെളിയിലും മണ്ണിലും വെള്ളത്തിൽ നിന്നും കയറാത്ത എൻ്റെ പുത്രന് അന്നേരം മണ്ണ് എന്തോ അലർജി ആയിട്ട് തോന്നി. അമ്മേ, അയ്യേ ഇത് മണ്ണല്ലേ, വേണ്ട എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് മാറിക്കൊടുത്തു. ഞാനും പഠിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് അക്ഷരം എഴുതാലോ. അങ്ങനെ ഹരിശ്രീ ഗണപതായേ നമ അങ്ങനെ അങ്ങ് എഴുതി കൊടുത്തു. മുൻപ് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അന്ന് ഈ കാണുന്ന ഈ ലോഹത്തട്ടിൽ നിറയെ മണ്ണായിരുന്നു. അവിടെ എല്ലാവരും ഇങ്ങനെ അക്ഷരം എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നും ഞാൻ എഴുതിയിട്ടുണ്ട്. തുടർന്ന് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ 10-ാം ക്ലാസ് സമയത്തും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 3-ാമത്തെ ദർശനമാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നടത്തിയത്. ആ ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങിന് ശേഷം അവൻ്റെ കൊച്ചച്ഛൻ ആദ്യമായിട്ട് അവന് സ്ലേറ്റ് വാങ്ങിക്കൊടുത്തു. അതും ദേവി ക്ഷേത്രത്തിലെ നടയിൽ നിന്ന് തന്നെ. ആ സ്ലേറ്റ് കിട്ടിയ സന്തോഷത്തിലാണ് മോൻ ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ കുറേ കൊച്ചു കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളെ കൊണ്ട് ഇന്ന് ആദ്യാക്ഷരം കുറിക്കൽ ഇവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ വീഡിയോയിൽ ഒട്ടും വരാത്ത അനിയനെയും ചേട്ടനെയും ഞാൻ ഇന്നെൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ സന്തോഷ നിമിഷങ്ങൾക്കെല്ലാം ശേഷം ഞങ്ങൾ തിരികെ പോവുകയാണ്. അപ്പോൾ ഈ തിരികെ കയറുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഓരോ സമയവും കുഞ്ഞിൻ്റെ ഓരോ വളർച്ച. അവൻ എത്ര പെട്ടെന്നാണ് ഇന്ന് ഈ ആദ്യാക്ഷരം കുറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അവൻ സ്കൂളിൽ പോയി തുടങ്ങും. അങ്ങനെ ഓരോ സന്തോഷ നിമിഷങ്ങളും വരാൻ പോവുകയാണ്. അപ്പോൾ അമ്പലത്തിന് മുമ്പിലായിട്ട് കുറേ കടകളുണ്ടായിരുന്നു. അവിടെ നിന്ന് എഞ്ചിവടിയും അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളും ഒക്കെ വാങ്ങി. അതൊക്കെ അവനിപ്പോൾ കേവലം കളിപ്പാട്ടങ്ങൾ മാത്രമാണ്. എന്താണെന്നോ ഏതാണെന്നോ അറിയാൻ വേണ്ടി പ്രായത്തിൽ കൊണ്ടുവന്ന് അക്ഷരം എഴുതിച്ചു. അങ്ങനെ ഇനി തുടർന്ന് അവൻ്റെ നല്ല നിമിഷങ്ങളിലേക്കുള്ള യാത്രയിലേക്കാണ് പോകുന്നതെന്ന് ഇവരുണ്ടോ അറിയുന്നു. അപ്പോൾ വിജയദശമി കഴിഞ്ഞതിൻ്റേതാണ് ഈ പന്തലൊക്കെ കാണുന്നത്. പോരുന്ന വഴിക്ക് ഞങ്ങൾ ശരവണ ഭവനിൽ നിന്ന് നല്ല മസാല ദോശ കഴിക്കുകയുണ്ടായി. തുടർന്ന് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. നാളെ അദ്ദേഹം തിരിച്ചു പോകുന്നത് കൊണ്ട് വളരെ വലിയ സന്തോഷമൊന്നും ഇല്ല. എങ്കിലും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാനിങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. തിരിച്ച് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. ഈ സമയമായതുകൊണ്ട് തന്നെ ധാരാളം ബ്ലോക്ക് ഉണ്ട് എന്നറിയാവുന്നത് കൊണ്ട് അനിയൻ എനിക്കിട്ട് തന്ന ഒരു കൊച്ചു പണിയാണെന്ന് തന്നെ പറയാം ഈ ഡ്രൈവിങ്. എനിക്കിഷ്ടമാണ് ഡ്രൈവ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നത് വളരെയധികം കംഫർട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.